السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവൻ നിറഞ്ഞ ജുമാ സദസ്സിലേക്ക് കൂടെ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലും പിരിയലും പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, മറ്റു നിലയ്ക്ക് നമ്മോട് ബന്ധപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ മാസത്തിന്റെ ഈ സമയത്തിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലേക്ക് കൂടുതൽ ഒരു സബബായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഏപ്രിൽ 3, വരുന്ന ചൊവ്വാഴ്ച ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനാചരണമായി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 1950 മുതൽ ആരോഗ്യപരമായുള്ള ചർച്ചകളും അതുമായിട്ടുള്ള ഒരു ദിനാചരണം, ഒരു ആചരണം ഏപ്രിൽ 7 നടക്കുകയാണ്. ഇനിയുള്ള 1950 മുതൽ ആരംഭിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു ദിനാചരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ അനുഗ്രഹം, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ എണ്ണി നോക്കുമ്പോൾ ഏറ്റവും മഹത്തരമായ രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആരോഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തിന് വല്ലാത്ത പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് വ്യക്തമായി ഓരോ മുഅ്മിനിനെയും ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ, വസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ അഫ്വിനെ ചോദിക്കണേ. ചെയ്തു പോയ പാപങ്ങളെ പൊറുക്കാൻ റബ്ബിനോട് നിങ്ങൾ ചോദിക്കണേ. റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണെന്നറിയോ? വൽ ആഫിയത, ആഫിയത്തിനെ ചോദിക്കണേ, ആരോഗ്യത്തെ ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ നിത്യമായി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം പൊട്ടിവിടർന്നാൽ ഫജ്റിന്റെ സമയമായാൽ സുബഹി നിസ്കാരത്തിലേക്ക് വുളൂ ചെയ്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്തുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി റബ്ബിലേക്ക് കൈകെട്ടി ഫാത്തിഹ സൂറത്തുകൾ ഓതി റുകൂയിലേക്ക് പോയിട്ട് സുബഹിന്റെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന്റെ ദിക്റും ചൊല്ലിയിട്ട് ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലാഹുവിനോട്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. ഓരോ മുഅ്മിനായ മനുഷ്യനും റബ്ബിനോട് സുബഹിന്റെ പ്രഭാതത്തിൽ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ ആഫിയത്ത് നൽകണേ. നീ ഒരുപാട് ആളുകൾക്ക് ആഫിയത്ത് കൊടുത്തിട്ടുണ്ട്. ആഫിയത്ത് കൊടുത്ത വിഭാഗത്തിൽ റബ്ബേ നീ എന്നെയും പെടുത്തണേ. ഹിദായത്ത് ചോദിച്ചിട്ട് റബ്ബിനോട് രണ്ടാമത് ചോദിക്കുന്നത് ആഫിയത്തിനെ ചോദിക്കുകയാണ്, ആരോഗ്യത്തെ ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് നമുക്ക് തിരിയല് എപ്പോഴാണെന്നറിയോ? ആരോഗ്യത്തിന്റെ പവർ മനസ്സിലാക്കുക എപ്പോഴെന്നറിയോ? ആരോഗ്യമുള്ള മനുഷ്യന്മാർക്ക് അത് തിരിയണമെന്നില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, മഹാന്മാര് നമ്മെ ഉണർത്തുന്നുണ്ട്. അസ്സിഹ്ഹത്തു താജു അലാ റൂസിൽ അസ്ആൽ, ആരോഗ്യമുള്ളവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കിരീടമാണ് സിഹ്ഹത്ത് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാകുന്നതാർക്കാണെന്നറിയോ? ലാ യറാഹ ഇല്ലൽ മർദാ, രോഗിക്കല്ലാതെ അത് തിരിയുകയില്ല, രോഗിയല്ലാതെ അത് കാണുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരോഗ്യമുള്ള മനുഷ്യനെ ആരോഗ്യമില്ലാത്ത അവസ്ഥ അറിയുകയില്ല. കണ്ണുള്ള മനുഷ്യന് കണ്ണിന്റെ പവർ അറിയുകയില്ല എന്ന് പറയുന്നത് പോലെ കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെയാണ് എന്റെ പ്രിയമുള്ള മുമ്പിനെ ആരോഗ്യമുള്ള മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്, രോഗം കടന്നു വരുമ്പോഴാണ് തനിക്കുണ്ടായിരുന്ന ആരോഗ്യത്തിന്റെ പവർ മനസ്സിലാക്കുന്നത്. ആരോഗ്യത്തിന് വല്ലാത്ത സ്ഥാനമുണ്ട്. ഇസ്ലാം
പ്രാധാന്യമുള്ളതാണ്. മഹാന്മാരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ആരോഗ്യമുള്ള ശരീരത്തിനാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് പറയുകയാണ്. മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ മുഅ്മിനു ഖവിയ്യു, ആരോഗ്യമുള്ള മുഅ്മിനുണ്ടല്ലോ, ഖൈറുൻ, അവൻ ഉത്തമമാണ്, വ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ആ മനുഷ്യനെ വല്ലാത്ത ഇഷ്ടമാണ്, മിനൽ മുഅ്മിനീന ളഈഫ്, ബലഹീനനായ മുഅ്മിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം ആരോഗ്യമുള്ള മനുഷ്യനെയാണ്, ആരോഗ്യമുള്ള മുഅ്മിനെയാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തന്ന ആരോഗ്യത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. എങ്ങനെയാണ് ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ കടന്നു പോകരുത്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. ഇന്നമൽ ഖംറു, മദ്യവും, വൽ മൈസിറു, ചൂതാട്ടവും, വൽ അൻസാബു, വിഗ്രഹാരാധനയും, വൽ അസ്ലാമു, പ്രശ്നം വെക്കുന്ന ഉപകരണങ്ങളും, റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് ശൈത്വാന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണേ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. അല്ലാഹുവും അവന്റെ റസൂലും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യമുണ്ടല്ലോ, അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുത്തുനബി പറയാണ്, യഖ്തിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് 5 കാര്യങ്ങൾ? അതിൽ ഒന്നാമതായി മുത്തുനബി പറയുന്നത് എന്താണെന്നറിയോ? ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വം ഉപയോഗപ്പെടുത്തണേ. വാർദ്ധക്യം നിനക്ക് കടന്നു വരുന്നുണ്ട്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നുള്ളത് യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ സമയമാണ്. ഈ സമയത്ത് റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരാൾക്ക് സാധ്യമായാൽ അവൻ വാർദ്ധക്യം കടന്നു വരുമ്പോ അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ വാർദ്ധക്യം വരുമ്പോ നന്മ ചെയ്യാൻ കഴിയാതെ കുറ്റബോധം ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ റബ്ബ് തആല ആ മനുഷ്യന് യുവത്വത്തിൽ ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്ന് ശഫീഉൽ വറ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് എന്താണെന്നറിയോ? വസിഹതക ഖബല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ. മൂന്നാമത് പറയുകയാണ്, വൈനാക ഖബല ഫഖരിക, ദാരിദ്ര്യം കടന്നു വരുന്നതിന് മുമ്പ് സമ്പത്തിനെ നീ ഉപയോഗപ്പെടുത്തണേ. നാലാമത് പറയുന്നത് എന്താണെന്നറിയോ? ഫബറാഅത ഖബല ശുഅലിക, ജോലി തിരക്ക് നിനക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒഴിവ് സമയത്ത് നീ ഉപയോഗപ്പെടുത്തണമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അഞ്ചാമത് പറയുന്നത് വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങൾ എന്റെ പ്രിയമുള്ള മുഅ്മിനെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ഈ 5 കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നേരിടാൻ കിടക്കുന്ന കാര്യങ്ങളാണ്. മുത്തുനബി ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനെ, നമുക്കറിയാം ഇസ്ലാമിന്റെ ആവിർഭാവം തുടക്കത്തിലെ
നമുക്കറിയാമല്ലോ, ഇസ്ലാം പരസ്യമായിട്ട് പ്രബോധനമില്ല, രഹസ്യമായിട്ട് പ്രബോധനം ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ രഹസ്യ പ്രബോധനം നടത്തുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോ മുത്തനബി പ്രതിരോധിക്കുന്നില്ല, പ്രതിരോധിക്കാനുള്ള ശക്തിയുമില്ല. ഈ സമയത്ത് മുത്തനബി ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅദിൽ ഉമറൈൻ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅദിൽ ഉമറൈൻ. അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ. ഏതാണ് രണ്ട് ഉമർ? ഒന്ന് ഖത്താബിന്റെ മകനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തേതാരാണെന്നറിയോ? അത് അബൂ ജഹലാൻ. ഉമറിനെ പോലെ തന്നെ ശക്തനായിരുന്നു അബൂ ജഹൽ. എന്നാൽ ഈമാൻ കിട്ടിയത്, ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള അവസരം കിട്ടിയത് അത് ഖത്താബിന്റെ മകനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങൾക്കാണ്. പ്രിയമുള്ളവരെ, ആ ചരിത്രത്തിനെ നമുക്ക് കാണാൻ കഴിയും. വിശദീകരിച്ച് പറയല്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ തങ്ങൾ അതാ മക്കയിലേക്ക് കഅബാലയത്തിലേക്ക് പോകുന്നു. പരസ്യമായിട്ട് ഇസ്ലാമിനെ കഅബയുടെ മുമ്പിൽ പറയാൻ പേടിയായിരുന്നു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിൽ നിർത്തിയിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ഭാഗത്തും ഉമർ തങ്ങളെ ഒരു ഭാഗത്തും നിർത്തിയിട്ട് രണ്ട് വരിയായിട്ട് ഇസ്ലാമിന്റെ പതാക രണ്ടുപേരുടെയും കയ്യിലേക്ക് കൊടുത്തിട്ട് ദാറുൽ അർഖമിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ കഅബാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇസ്ലാമിന്റെ ശക്തി പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഉമർ തങ്ങളെ കൊണ്ടും ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്താ അതിന് കാരണം? പ്രിയമുള്ളവനെ, 26-ാമത്തെ വയസ്സിലാണ് ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. യുവത്വത്തിന്റെ പ്രസരിപ്പാണ്. അവിടെ നിന്ന് ധൈര്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ഉയർത്താൻ സാധ്യമായത് ഖത്താബിന്റെ മകൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കാണെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരോഗ്യം എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. മുത്തനബി പറയുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നും ഭൂരിഭാഗം ആളുകളും മഅബൂനൻ, അതിനെ തൊട്ട് അശ്രദ്ധരാണ്, ശ്രദ്ധയില്ലാത്തവരാണ്. എന്നിട്ട് മുത്തനബി പറയാണ്, അസ്സിഹ്ഹത്തു, ഒന്ന് ആരോഗ്യമാണ്. ആരോഗ്യത്തെ കുറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആരോഗ്യത്തെ കുറിച്ച്. അങ്ങനെയായിരുന്നല്ലോ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സുജൂദ് ചെയ്യാനോ റുക്കൂ ചെയ്യാനോ ഒന്നിനും തടസ്സമില്ലാത്ത സമയം എനിക്ക് കഴിഞ്ഞു പോയിരുന്നല്ലോ. എനിക്കതിനെ റബ്ബിലേക്ക് കൂടുതലായി നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കാൻ, നല്ല കർമ്മങ്ങൾ നിർവഹിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന കുറ്റബോധം കടന്നു വരുന്നത് ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസരത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയാണ് പറഞ്ഞത്, നിഅമതാനി മഅഖൂലൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു, ഒന്ന് ആരോഗ്യമാണ്. രണ്ടാമത് പറയുന്നത് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഈ രണ്ട് കാര്യങ്ങളെയും ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ, ഇത് രണ്ടും അനുഗ്രഹങ്ങളാണ്, ഉപയോഗപ്പെടുത്തിയാൽ ആ മനുഷ്യന് വിജയമുണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യങ്ങൾ സത്യങ്ങളായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അസത്യങ്ങൾ അസത്യങ്ങളാണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ കൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ തൗഹീദിലായി ചെലവഴിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വഹിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹു നൽകിയിരിക്കുമാറാവട്ടെ. പരാജയത്തെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്തിലാക്കുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിന് അല്ലാഹു സമാധാനം നൽകിയിരിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകിയിരിക്കുമാറാവട്ടെ. എല്ലാവരുടെ സന്തോഷവും അല്ലാഹു നൽകിയിരിക്കുമാറാവട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഉമ്മത്തിനെ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ അധികാരിയെയും അല്ലാഹു കാക്കുമാറാവട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച്, യഥാർത്ഥ മുഅ്മിനായി അവസാനം കലിമത്തിന്റെ സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ അധികാരിയെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.